സ്വപ്നം തീരമണിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കാനുണ്ട്. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഈ കൊളംബോ സിംഗപ്പൂർ തുറമുഖത്ത് എപ്പോഴും വലിയ തിരക്കാണ്. 4-5 ദിവസം കാത്തു കെട്ടി കിടക്കേണ്ട അവസ്ഥ. അതിനൊക്കെ ഒരു വലിയ മാറ്റം, വിഴിഞ്ഞത്ത് അത്ര കാത്തു നിൽക്കേണ്ടി വരില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ആകർഷണ കേന്ദ്രമായി നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരികയാണ്. ഒരേ സമയം തുറമുഖത്ത് 30 കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അത് മാറുന്നു. ഇപ്പോൾ ലോകത്തെ തന്നെ 2ാമത്തെ കപ്പൽ കമ്പനിയുടെ ആദ്യ കപ്പലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് 1ാമത്തെ കപ്പൽ വരാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളടക്കം ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വലിയ രീതിയിൽ നേരത്തെ ശ്രീ ആൻഡ്രൂ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ മാറ്റം തുറമുഖം എന്ന രീതിയിൽ വരും. പക്ഷേ അതോടൊപ്പം തന്നെ അനുബന്ധമായി എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. അതേസമയം ഈ ട്രെയിനിൻ്റെ കാര്യത്തിലായും കണക്ടിവിറ്റി, റോഡ് സർവീസ്, ട്രെയിൻ സർവീസ്, ആഭ്യന്തര കപ്പൽ സർവീസ്, ഇതൊക്കെ ഇതോടൊപ്പം തന്നെ വികസിക്കാനുള്ള പദ്ധതികളും ഇതിനോടൊപ്പം തന്നെ നടപ്പാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന നാളെ ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനമാണ്. അവിടെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും എത്തുന്നു മുഖ്യാതിഥിയായി. സ്ഥലം MP-യെയും MLA-യും ക്ഷണിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് M. വിൻസെൻ്റ് വരുന്നത്. പക്ഷേ നോക്കൂ, ശശി തരൂർ പങ്കെടുക്കുന്നില്ല. ശശി തരൂർ മുമ്പ് തൊട്ട് തന്നെ തുറമുഖത്തിന് വേണ്ടി ശക്തമായി വാദിച്ചിരുന്നതാണ്. അവിടെ ഈ സഭയുടെ പ്രതിഷേധം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും ആ പ്രതിഷേധങ്ങളിൽ ഇടപെടാതെ, അല്ലെങ്കിൽ അവരോട് മുഖം തിരിഞ്ഞു എന്നുള്ളതായിരുന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം. സഭയുടെ ആരോപണം തന്നെ ആ രീതിയിലായിരുന്നു. പക്ഷേ ഈ പദ്ധതിക്ക് വേണ്ടി നിലകൊള്ളുന്നു അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് വേണ്ടി ഈ പുനരധിവാസ പ്രവർത്തനം ശരിയായി നടക്കാത്തത് കൊണ്ട് അതിന് പങ്കെടുക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല എന്നുള്ളതും അതിലൊരു മോശം സാഹചര്യം സൃഷ്ടിച്ചു. ഔചിത്യക്കുറവാണത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായി കാണാം. ഉമ്മൻചാണ്ടി വികസനത്തിനൊപ്പം നിന്നിരുന്ന ഒരു നേതാവാണ് പല വിഷയങ്ങളിലും. ഇതിലും പക്ഷേ പല സമയത്തും അത് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കടൽക്കൊള്ള എന്ന തലക്കെട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. 6000 കോടിയുടെ അഴിമതി, 6000 കോടി ഉമ്മൻചാണ്ടി കൊണ്ടുപോയി എന്ന് തന്നെയായിരുന്നു പിണറായി വിജയൻ്റെ ആരോപണം. ആ രൂപത്തിൽ പിന്നെ ആ കോടിക്കണക്ക് പിന്നെ മാറ്റി പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ദേശാഭിമാനിയുടെ അന്നത്തെ തലക്കെട്ട്. ഇപ്പോൾ ആ പദ്ധതി 2ാം പിണറായി സർക്കാർ, 1ാം പിണറായി സർക്കാർ ആയപ്പോൾ തന്നെ ഈ പദ്ധതി നടപ്പാക്കുമെന്നുള്ള രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം നോക്കിയാണ് ഈ VS-ൻ്റെ കാലത്താണ് തുറമുഖ മന്ത്രിയായിരുന്ന M. വിജയകുമാറിൻ്റെ പ്രയത്നഫലം. അന്നാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ വലിയ തോതിൽ മുന്നേറ്റമുണ്ടായത്. അന്ന് ഈ സൂം ഡെവലപ്പേഴ്സ് എന്ന കമ്പനി വരുന്നു. പിന്നെ ലാൻഡ്കോ കൊണ്ടപ്പള്ളി എന്ന കമ്പനി 2ാമത് വന്നു. അന്നത്തെ UPA സർക്കാരാണ് അത് നടപ്പാക്കാതെ. അതെ ലാൻഡ്കോ കമ്പനി നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സ്വയം പിന്മാറുകയും ചെയ്തു. 2019 ഈ പദ്ധതിക്കുള്ള പാരിസ്ഥിതിക അനുമതി തന്നെ അന്നത്തെ UPA സർക്കാർ നിഷേധിച്ചു. പിന്നീട് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു. 3 വർഷം പദ്ധതി കാര്യത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് സമരം ചെയ്തത് LDF ആണ്. അതിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. 2013 ഏപ്രിലിൽ പിണറായി വിജയൻ 1ാം കണ്ണിയായി, പന്നൻ രവീന്ദ്രൻ അവസാന കണ്ണിയായിട്ടൊക്കെ വലിയ പ്രതിഷേധ മനുഷ്യച്ചങ്ങല ഒക്കെ നടന്ന കാലമുണ്ട്. പിന്നീട് 2015 അദാനിയുമായി ഉമ്മൻചാണ്ടി സർക്കാർ ധാരണയിൽ എത്തുന്നു. അന്നത്തെ ആ കരാറിനെ സംബന്ധിച്ചാണ് പിന്നീട് LDF വിമർശനം ഉന്നയിച്ചത്. ഈ മൂലധനത്തിൻ്റെ 32% മാത്രം അദാനി ഗ്രൂപ്പ് ഇറക്കുന്നു. 6000 കോടി രൂപ മൂല്യം വരുന്ന ഭൂമിയും സൗകര്യങ്ങളും അവർക്ക് കിട്ടുകയും ചെയ്യുന്നു എന്നതായിരുന്നു അന്നത്തെ ആരോപണം. ഇപ്പോഴും പദ്ധതി ഉപേക്ഷിക്കണമെന്ന ആവശ്യം LDF മുന്നോട്ട് വെച്ചിട്ടില്ലായിരുന്നു. ആ 6000 കോടിയുടെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അന്ന് ആ ലേഖനം വരികയും ചെയ്തിരുന്നത്. പിന്നീട് 1ാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് പറയുന്നു. വലിയ പ്രക്ഷോഭം വിഴിഞ്ഞത്തുണ്ടായപ്പോഴും പദ്ധതി നിർത്തിവെക്കില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അവർ വൈകാരികമായി പ്രതികരിക്കുമ്പോഴും പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല. വലിയ പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് പോലീസ് നടത്തിയ ചില കിരാതമായ രീതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമരത്തെ രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിച്ചു. അപ്പോൾ ആ ഘട്ടത്തിലും ആ പദ്ധതിക്കൊപ്പം തന്നെയാണ് സർക്കാർ നിന്നിട്ടുള്ളത്. അക്രമ പരമ്പരയുണ്ടായി. ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പക്ഷേ ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ഈ പറഞ്ഞതുപോലെ അത് അങ്ങ് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമല്ല. അദാനി ഗ്രൂപ്പിനെ പദ്ധതി ഏൽപ്പിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. പദ്ധതിക്കെതിരെ LDF, അതായത് ഓരോ സർക്കാരിൻ്റെ കാലത്തും അവർക്ക് എതിർക്കുന്നതിനും അതിനെ അംഗീകരിക്കുന്നതിനും ഒക്കെ അവരുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 3 പതിറ്റാണ്ടായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പതുക്കെയായിട്ട് തുടങ്ങിയിട്ട്. ഇപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ പദ്ധതി നടപ്പാകും. പദ്ധതി നടപ്പാകുമ്പോൾ 8867 കോടി രൂപയിൽ അദാനിയുടേത് 2452 കോടിയാണ്. വലിയ ഭൂമി തുറമുഖേതര ആവശ്യത്തിന് കേരളം നൽകിയിട്ടുണ്ട്. 10 വർഷമാണോ അത് 15 വർഷമാണോ മുഴുവൻ വരുമാനം അദാനിക്ക്? 15 വർഷം മുഴുവൻ. 15 വർഷം കഴിഞ്ഞു 1% വീതം ഓരോ വർഷം. അതെ, അങ്ങനെ. അപ്പം എന്തായാലും ദീർഘകാല നേട്ടം 20 വർഷം പൂർണ്ണമായും അദാനിക്ക്, അടുത്ത 20 വർഷം 1%, പിന്നെ വേണമെങ്കിൽ 20 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് പറയുന്നത്. അപ്പോൾ ദീർഘകാല നേട്ടം ആർക്കായിരിക്കും? ദീർഘകാല നേട്ടം ആർക്കായിരിക്കും എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അത് ഏത് രൂപത്തിൽ ഇനി മുന്നോട്ട് പോകും? പക്ഷേ 2ാം ഘട്ടം പൂർണ്ണമായിട്ടും അദാനി തന്നെ നടപ്പിലാക്കണം. സ്റ്റേറ്റിന്റെ ഷെയർ ഇല്ല. അതെ, കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിനും അനുബന്ധ തൊഴിൽ സൃഷ്ടിക്കും എത്രത്തോളം ഈ പദ്ധതി ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന വിഷയങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടെന്നേ. കടൽ കയറ്റം ഒരു വിഷയമാണ്. കടൽ കയറ്റം ഇപ്പോൾ തിരുവനന്തപുരം അനുഭവിക്കും.
പരിഹരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുതലപ്പുഴയിൽ. അതെ, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ വല്ലാർപാടം പദ്ധതി എങ്ങനെ കൊണ്ടുവന്നതാണ് ആ പദ്ധതി? ഇപ്പോഴെന്താണ് അതിൻ്റെ അവസ്ഥ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഈ പദ്ധതി വികസിക്കുന്നു എന്നുള്ളതാണ്. വലിയ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്? മൊത്തത്തിലുള്ള വികസനം. പക്ഷേ സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക്, അതിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് അവിടെ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥയാണോ, അവരുടെ ജീവിത നിലവാരം ഉയരുന്ന സാഹചര്യത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ അദാനിയെ എല്ലാവരും പുച്ഛിക്കുകയായിരുന്നല്ലോ എന്നുള്ള കാര്യം സുജയ പറഞ്ഞല്ലോ. അദാനി പുച്ഛിക്കല്ല, അദാനി, അംബാനി ചില വ്യവസായികളിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാന പദ്ധതികൾ മുഴുവൻ കൊടുത്തുകൊണ്ടൊരു മൊണോപ്പൊളി ഉണ്ടാക്കുന്നതിനെയാണ് പ്രതിപക്ഷമായാലും BJP ഒഴികെയുള്ള എതിർകക്ഷികൾ ഒക്കെ എതിർക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ രൂപത്തിലാണ്. അല്ലാതെ അദാനി പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതി ഒരു പദ്ധതിയും വേണ്ട എന്ന രൂപത്തിൽ ആരും കാണുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് രാജസ്ഥാനിലും അദാനിയുടെ പദ്ധതി വന്നിട്ടുണ്ട്. അങ്ങനെ നിരാകരിക്കുകയല്ല, പക്ഷേ ചില വ്യവസായികളിലേക്ക് മാത്രം ഊന്നുന്നു, അവർക്ക് തീരെഴുതി കൊടുക്കുന്നു എന്നിടത്താണ് വിമർശനം വരുന്നത്. നമുക്ക് നോക്കാം ഈ സ്വപ്നത്തിന് എത്ര നീളമുണ്ട്, യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ എത്ര നീളമുണ്ടെന്ന് നമുക്ക് നോക്കേണ്ടി വരും. Meet the editors.